ഹായ് ഓൾ, വെൽക്കം ടു ടുഡേയ്സ് ലെക്ചർ. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് 1 കമ്മ്യൂണിക്കേഷൻ പ്രോസസിന്റെ ഒരു പാർട്ട് 2 വീഡിയോ ആണ്. ഇതിൽ ഗ്രോത്ത് ഓഫ് മീഡിയനെയും സൊസൈറ്റി ഡിവൈഡ് ചെയ്ത ആ ഒരു കാര്യത്തിനെ കുറിച്ചും ഫർദർ കുറച്ച് കൺവെൻഷണൽ ഫോംസ് ഏതൊക്കെയാണ് അതും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് തന്നെ ഏർലിയർ ടൈംസിൽ ഒരു പവർ ഹൈറാർക്കി സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സാമ്പത്തിക വളർച്ചയിലൂടെ ആട്ടെ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്സിലൂടെ ആട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എപ്പോഴും ഒരു ഡോമിനന്റ് സെക്ഷനും ഒരു വീക്കർ സെക്ഷനും സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഡോമിനന്റ് സെക്ഷൻ എപ്പോഴും അവരുടെ ആശയങ്ങൾ വീക്കർ സെക്ഷനിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ടൈമിൽ അവര് മീഡിയ വളർന്നു വന്നതോടുകൂടി മീഡിയം അതിനുവേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് മീഡിയ വളരെ പവർഫുൾ മീഡിയം ആയിരുന്നു ഏർലി ടൈംസിലൊക്കെ. സോ ഇപ്പോഴും അതെ, ബട്ട് സ്റ്റിൽ അവർ ആ ഒരു മീഡിയന്റെ ആ ഒരു സ്വാധീനത്തെ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ടും അങ്ങനെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യാനായിട്ടും മെജോറിറ്റി പോപ്പുലേഷന്റെ പബ്ലിക് ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യാനായിട്ടും അന്നത്തെ ഡോമിനന്റ് സെക്ഷൻസ് ഉപയോഗിച്ചിരുന്നു. സോ അങ്ങനെ അവരുടെ ആശയങ്ങൾ വീക്കർ സെക്ഷൻസിന്റെ മേലെ അടിച്ചേൽപ്പിച്ചിരുന്നു. സോ അങ്ങനെ ഒരു പവർ ഹൈറാർക്കി ഏർലി ഓൺ തൊട്ടേ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇതിന്റെ ബേസിസിൽ നമ്മൾ ഇപ്പം സാമ്പത്തിക വളർച്ചയുടെ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിലൂടെ സൊസൈറ്റിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു 4 കാറ്റഗറി നമുക്കുണ്ട്. ഒന്ന് പ്രീ അഗ്രികൾച്ചർ സൊസൈറ്റി, ഒന്ന് അഗ്രികൾച്ചർ സൊസൈറ്റി, മറ്റൊന്ന് ഇൻഡസ്ട്രിയലൈസേഷന്റെ വരവോടുകൂടി ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, പിന്നെ ഇൻഫർമേഷൻ സൊസൈറ്റി. അങ്ങനെ 4 സൊസൈറ്റി ഉണ്ട്. ഇതിൽ ആദ്യത്തേത് പ്രീ അഗ്രികൾച്ചർ സൊസൈറ്റിയില് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വേർഡ് ഓഫ് മൗത്ത് ആയിരുന്നു. അതായത് നമുക്കറിയാം ഏർലി കേവ്മെൻ അല്ലെങ്കിൽ ഹണ്ടർ ഗ്യാദറേഴ്സ് അവരൊക്കെ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ കുടിയേറി പുറത്ത് അങ്ങനെയായിരുന്നു ജീവിച്ചത്. അത് മാത്രമായിരുന്നില്ല, എന്ത് കിട്ടിയിരുന്നു അതൊക്കെ കളക്ട് ചെയ്ത്, ഇപ്പൊ ഫ്രൂട്ട്സ് ആയാലും മറ്റ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് അതൊക്കെ കഴിച്ച് അങ്ങനെയാണ് അവർ ജീവിച്ചു പോകുന്നത്. അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിന്റെ മെയിൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വായ്മൊഴിയാകാം അല്ലെങ്കിൽ ഗസ്റ്റേഴ്സ് അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് ഒക്കെ ആയിരുന്നു അവരുടെ മെയിൻ കമ്മ്യൂണിക്കേഷൻ. ഇനി അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയി, സൊസൈറ്റി കുറച്ചുകൂടെ ഡെവലപ്പ് ആയി. അന്നേരം നമുക്ക് അഗ്രികൾച്ചർ സൊസൈറ്റി വന്നു. അതായത് ആളുകൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ലൊക്കേറ്റ് ചെയ്തിട്ട് താമസിച്ച് അവിടെ അഗ്രികൾച്ചർ മെയിൻ ഇൻകം ആയിട്ട് എന്താ പറയാ അവരുടെ കൃഷിയും കാര്യങ്ങളും മെയിൻ സോഴ്സ് ആയിട്ട് അവർ അതിലൂടെ ഒരു വരുമാന മാർഗം കണ്ടിരുന്നു. അങ്ങനെ ആ ഒരു ടൈമിൽ ഹീറോഗ്ലിഫിക്സ് അല്ലെങ്കിൽ റൈറ്റിംഗ് സിസ്റ്റംസും കാര്യങ്ങളും വരികയും ചെയ്തു. ലാംഗ്വേജ് വളരുകയും റൈറ്റിംഗ് സിസ്റ്റംസ് വരികയും ചെയ്തപ്പം എഴുതാനും വായിക്കാനും അങ്ങനെ ഒരു ഡെവലപ്മെന്റ് കൂടെ ആ ഒരു സൊസൈറ്റിയിൽ വന്നു. ഈ അടുത്ത സൊസൈറ്റി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതോടുകൂടി ഇൻഡസ്ട്രിയൽ സൊസൈറ്റിന്റെ വരവാണ്. അതായത് കൂടുതൽ ആളുകളും ഇപ്പം ഏർലി നമുക്കറിയാം അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റീസ് ആയിരുന്നു. അങ്ങനെ അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റിന് ശേഷം കുറച്ചുകൂടെ മെഷീൻ ഓറിയന്റഡ് ആയിട്ട് ആളുകൾ ജീവിക്കാൻ തുടങ്ങി. അതായത് ലൈഫിലെ എല്ലാ കാര്യത്തിനും മെഷീൻസിന്റെ ആവശ്യം കണ്ടെത്തുകയും അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ മെഷീൻസ് വളർന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ വളർന്ന് അങ്ങനെ ആ ഒരു ടൈമിൽ കൂടുതൽ ആളുകളും റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ അവര് ഡെയിലി വേജ് വർക്കേഴ്സ് ആയിട്ട് ജീവിച്ചു പോകുന്നു. സോ ആ ഒരു ടൈമിൽ അങ്ങനെ ഇൻഡസ്ട്രി ഫ്ലറിഷ് ചെയ്യും. കാരണം ഡെയിലി വേജ് വർക്കേഴ്സ് ആയിട്ട് ഒരുപാട് പേര് വന്നു. സോ അങ്ങനെ ഇൻഡസ്ട്രി വളരുകയും പ്രിന്റിംഗ് പ്രസ്സിന്റെ ഇൻവെൻഷൻ ആ ഒരു ടൈമിലാണ് പ്രിന്റിംഗ് പ്രസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻ നടക്കുകയും ചെയ്തത്. അത് 1455 ഗുട്ടൻബർഗ്, നമുക്കറിയാം ഗുട്ടൻബർഗ് ആണ് ആ ഒരു പ്രിന്റിംഗ് പ്രസ്സും കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഫർദർ ബൈബിള് മാസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അത് മാത്രമല്ല മറ്റൊരുപാട് പ്രിന്റിംഗ് മെറ്റീരിയൽസും വളരെ വല്ലാതെ ഇത് ഫ്ലറിഷ് ആയ ഒരു ടൈം ആയിരുന്നു ആ ഒരു ടൈം. കാരണം പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റ് ആയി. സോ അതായിരുന്നു അന്നത്തെ ഒരു മെയിൻ കമ്മ്യൂണിക്കേഷൻ മീഡിയം. ഇനി ലേറ്റർ ഓൺ നമുക്ക് സെക്കൻഡ് ഹാഫ് ഓഫ് 90s വരുമ്പോഴേക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഇൻഫർമേഷൻ സൊസൈറ്റി ആയിട്ട് വളർന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇന്റർനെറ്റ് ഫർദർ കമ്പ്യൂട്ടർ പോലെയുള്ള കാര്യങ്ങൾ ഇൻവെന്റ് ചെയ്തു. പ്രിന്റിംഗ് പ്രസ്സിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് വന്നു. അങ്ങനെ പിന്നീട് കമ്പ്യൂട്ടറും കൂടെ ഡെവലപ്പ് ആയപ്പോൾ ഒരു ഇൻഫർമേഷൻ സൊസൈറ്റിയിലോട്ട് വന്നു. നമുക്കറിയാം പ്രിന്റിംഗ് പ്രസ്സിന് ശേഷം റേഡിയോ, TV അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു. പക്ഷെ ലാസ്റ്റ് നമുക്ക് ഇൻഫർമേഷൻ സൊസൈറ്റിയിലോട്ട് വരുന്നപ്പോഴെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന്റെയും കൂടെ ഒരു ഇൻവെൻഷനിലൂടെ, കാരണം കമ്പ്യൂട്ടറിലൂടെ വന്നപ്പം ഗ്ലോബൽ ലെവലിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. ഇനി ഇതിനെക്കുറിച്ചൊക്കെ ഡിജിറ്റൽ മീഡിയനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് അറിയേണ്ട 2 ടേംസ് ആണ് മീഡിയ കൺവേർജൻസും ഫർദർ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ. മീഡിയ കൺവേർജൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ മെർജിംഗ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോംസ്, അല്ലെങ്കിൽ ഒന്നിലധികം കമ്മ്യൂണിക്കേഷൻ ഫോംസ് മാധ്യമങ്ങൾ ഒരു പെർട്ടിക്കുലർ ഫോമിൽ തന്നെ നമുക്ക് ലഭ്യമാകുന്ന ആ ഒരു സാഹചര്യത്തിന് ആ ഒരു അവൈലബിലിറ്റിനെയാണ് നമ്മൾ മീഡിയ കൺവേർജൻസ് എന്ന് പറയുന്നത്. അതിപ്പോ നമുക്കറിയാം സ്മാർട്ട് ഫോൺസിൽ തന്നെ നമുക്ക് പത്രങ്ങൾ വായിക്കുകയും അതേസമയം ഇപ്പം TV പോലെ യൂസ് ചെയ്ത് വാർത്തകൾ കാണുകയും ഈവൻ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോങ്സ് കാര്യങ്ങൾ പോഡ്കാസ്റ്റ് ഓഡിയോ പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കാം, റേഡിയോ കേൾക്കാം. അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്നത്തെ സ്മാർട്ട് ഫോൺസിൽ ഉണ്ട്. സോ ഫർദർ പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമ്മൾ റേഡിയോയിലൂടെ ആണെങ്കിൽ റേഡിയോ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് മാത്രം കേൾവിപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം പ്രിന്റ് ആയിരുന്നെങ്കിൽ എഴുത്തും കാര്യങ്ങളും, അങ്ങനെ TV ആണെങ്കിൽ ടെലിവിഷനിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല.
സ്മാർട്ട് ഫോൺസിൽ നമുക്ക് എല്ലാ ഫോംസും, അതായത് ഒന്നിലധികം മീഡിയ ഫോംസ് ഒരു പെർട്ടിക്കുലർ ഫോമിൽ, ഒരു സിംഗിൾ ഫോമിൽ വരുന്ന ഒരു അവൈലബിലിറ്റി, അതിനാണ് മീഡിയ കൺവേർജൻസ് എന്ന് പറയുന്നത്. ഇനി ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ, അതെന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇന്നത്തെ സൈബർ സ്പേസിൽ, വിർച്വൽ സ്പേസിൽ ഇൻഫർമേഷൻ എല്ലാവർക്കും അവൈലബിൾ ആകുന്ന ആ ഒരു ഇതിനെയാണ് ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ എന്ന് പറയുന്നത്. ഇനി കുറച്ച് കൺവെൻഷണൽ ഫോംസ് ഓഫ് മീഡിയ ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് അറിയാം ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രിന്റ് മീഡിയ. സോ ന്യൂസ് പേപ്പേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അതായത് അതിന്റെ അപ്പിയറൻസ് അതേപോലെ തന്നെ സൈസിന്റെ ബേസിസിലാണ് നമ്മൾ ന്യൂസ് പേപ്പേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അത് ബ്രോഡ് ഷീറ്റ് ആയിട്ടും ടാബ്ലോയിഡ് ആയിട്ടും ഉണ്ട്. ഇത് കൂടാതെ ബേർലിനർ എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് പേപ്പറും കൂടി ഉണ്ട്. സോ അത് കൊടുത്തിട്ടില്ല, കാരണം മെറ്റീരിയൽ പ്രകാരം നമുക്ക് നോക്കണ്ട. സോ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ ബ്രോഡ് ഷീറ്റ്. ബ്രോഡ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോർണിംഗ് ന്യൂസ് പേപ്പേഴ്സ്, മലയാള മനോരമ, മാതൃഭൂമി പോലുള്ള മോർണിംഗ് ന്യൂസ് പേപ്പേഴ്സിനെയാണ് ബ്രോഡ് ഷീറ്റ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ കൂടുതലും ഹാർഡ് ന്യൂസ്, സോഫ്റ്റ് ന്യൂസ് എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മോർണിംഗ് ന്യൂസ് പേപ്പേഴ്സിൽ വരുന്നത്. അത് പൊതുവെ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ന്യൂസ് പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം വലിയ സൈസിലായിരിക്കും. ഫർദർ അതിലൊരു 10-12 പേജും കാര്യങ്ങളൊക്കെ, അതായത് ഒരു വലിയ സൈസ് ന്യൂസ് പേപ്പർ, നമുക്ക് ഇപ്പോഴും ഉള്ള ഒരു വലിയ സൈസ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ബ്രോഡ് ഷീറ്റ് ആയിരുന്നു. അതിനേക്കാളും ചെറുതാണ് ടാബ്ലോയിഡ്സ്. ടാബ്ലോയിഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും സെൻസേഷണലൈസ്ഡ് കണ്ടന്റ്, ഫീച്ചർ സ്റ്റോറീസ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് നമ്മുടെ ഈ അന്തിപത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, രാഷ്ട്രദീപിക പോലുള്ളത്, അതൊക്കെ ടാബ്ലോയിഡ്സിന് എക്സാമ്പിൾ ആണ്. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് വരുന്ന കാറ്റഗറിയാണ് ഒരു മിഡിൽ സൈസ്ഡ് ന്യൂസ് പേപ്പേഴ്സ് ആണ് ബെർലിനർ ന്യൂസ് പേപ്പേഴ്സ്. നമുക്ക് പഠിക്കാനില്ല, ബട്ട് സ്റ്റിൽ പറഞ്ഞു പോയെന്ന്. ഇപ്പൊ നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് ബ്രോഡ് ഷീറ്റിന് എക്സാമ്പിൾ ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ, അതേപോലെ ടാബ്ലോയിഡ്സിന് മെയിൽ ടുഡേ, മിന്റ്. ഓക്കെ, പിന്നെ ഫർദർ എക്സാമ്പിൾസ് നമുക്കറിയാവുന്ന നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാവുന്നതാണ്. ഇനി ഇതിനു മുമ്പേ കുറച്ച് ഏർലി ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ പണ്ട് പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൽ അങ്ങനെ ഒരു ന്യൂസ് പേപ്പറാണ് കൊറന്റോസ് എന്ന് പറയുന്നത്. 1620s ഒരു ഏർലി ന്യൂസ് ഷീറ്റ് ആയിരുന്നു. അതിനുശേഷം 1640s ഡൈയൂറൽ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ തന്നെ മറ്റൊരു റിപ്പോർട്ട്സും കാര്യങ്ങളും പബ്ലിഷ് ചെയ്യുന്ന ഒരു ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂസ് ഷീറ്റ് പോലുള്ള സംഭവങ്ങളും വന്നിരുന്നു. നമുക്കറിയാം റോമൻ എംപയറിനെ സംബന്ധിച്ച് ആക്ടർ ഡയോറിന്, അങ്ങനെ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ ന്യൂസ് പേപ്പേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇനി അതിനുശേഷം വന്നതാണ് മാഗസിൻസ്. ഇപ്പൊ ന്യൂസ് പേപ്പറിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രിന്റ് മീഡിയ ഒക്കെ ഫ്ലറിഷ് ആയപ്പം ന്യൂസ് പേപ്പേഴ്സിന്റെ ഒക്കെ മെയിൻ വരുമാന മാർഗം എന്ന് പറയുമ്പോൾ ആഡ്സ് ആയിരുന്നു. അതായത് ആഡ്സ് ഇത്തരം പത്രങ്ങളിൽ പ്രചരിപ്പിക്കുക, അങ്ങനെ അതൊരു ബിസിനസ് മാർഗമായിട്ട് ആളുകൾ കണ്ടു പോന്നു. കമ്മ്യൂണിക്കേഷനിൽ നിന്ന് മാറി പിന്നീട് ഒരു ബിസിനസ് പ്രോഫിറ്റബിൾ ഏരിയ ആണെന്ന് അവർ മനസ്സിലാക്കുകയും ഫർദർ അവർ കുറച്ചുകൂടെ ഏതൊക്കെ ന്യൂസ് പേപ്പർ ഉണ്ടോ അതിന് റിലേറ്റഡ് ആയിട്ട് കുറച്ച് മാഗസിൻസും വരാൻ തുടങ്ങി. അതായത് കുറച്ചുകൂടെ അവരുടെ ആഡ്സ് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് കണക്കാക്കി അങ്ങനെ ഇൻവെന്റ് ചെയ്തതാണ് മാഗസിൻസ്. അത് ഇംഗ്ലണ്ടിൽ 1730s ഏർലിയസ്റ്റ് വണ്ണ് വരുന്നത്. അതൊക്കെ കൂടുതലും പൊളിറ്റിക്കൽ ന്യൂസും കാര്യങ്ങളും വരുന്ന മാഗസിൻസ് ആയിരുന്നു. പിന്നീടാണ് മിസ്ലേനിയസ് കണ്ടന്റ് അല്ലെങ്കിൽ മിസ്ലേനിയസ് മൾട്ടിപ്പിൾ വേരിയസ് കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ വേരിയസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത മാഗസിൻസ് നമുക്ക് ലഭ്യമായി തുടങ്ങിയത്. ഓക്കെ, സോ അങ്ങനെ അതിന്റെ ബേസിസിൽ നമുക്ക് മാഗസിൻസിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ജനറൽ ഇൻട്രസ്റ്റ് മാഗസിൻ എന്നും മറ്റൊന്ന് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് മാഗസിൻ എന്നും. ജനറൽ ഇൻട്രസ്റ്റ് മാഗസിൻ എന്ന് പറയുമ്പോൾ ജനറൽ ഓഡിയൻസിനെ അഡ്രസ് ചെയ്യണം, ആർക്ക് വേണമെങ്കിലും വായിക്കാൻ പറ്റുന്ന ഒരു മാഗസിൻ. സോ ഇപ്പം വനിതയൊക്കെ നമുക്ക് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം, ഏത് ഓഡിയൻസിനും വായിക്കാൻ പറ്റുന്ന ഒരു മാഗസിൻ ആണ്. ഇനി ഫർദർ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് മാഗസിനിലോട്ട് വരുമ്പോൾ അതൊരു പാർട്ടിക്കുലർ നീഷ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇപ്പം ഫോട്ടോഗ്രാഫി മാഗസിൻസ്, ഓട്ടോമൊബൈൽ മാഗസിൻസ്, ട്രാവലോഗ് മാഗസിൻസ് ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഈ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് മാഗസിൻസിന് എക്സാമ്പിൾ ആണ്. ജനറൽ ഇൻട്രസ്റ്റിന് നമുക്ക് എക്സാമ്പിൾസ് കൊടുത്തേക്കുന്നത് ഇന്ത്യ ടുഡേയും ഔട്ട്ലുക്കും ആണ്. ബട്ട് എന്നാൽ കൂടി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മാഗസിൻസും കൂടെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഇത്തരം എക്സാമ്പിൾസും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു മാഗസിനും കൂടി ഈ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു ക്ലാസിഫിക്കേഷൻ കൂടി മാഗസിൻസിനുണ്ട്, B2B മാഗസിൻ അല്ലെങ്കിൽ ബിസിനസ് ടു ബിസിനസ് മാഗസിൻ. അതെന്ന് പറയുമ്പോൾ പ്യുവർ ബിസിനസ് ഓറിയന്റഡ് അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ മാത്രം ലഭ്യമാകുന്ന മാഗസിൻസ്. അത് പുറത്ത് സെയിലിന് കൊടുക്കൂല. ഇപ്പം ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഇടയിൽ തന്നെ അവരുടെ ഇടയിൽ മാത്രം പ്രചരിപ്പിക്കുന്ന മാഗസിൻസ് ഉണ്ട്. അവർക്ക് അത് കൂടുതൽ ഇതിനെക്കുറിച്ച് ഇപ്പം ക്യാമറയെ കുറിച്ചോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്ന മാഗസിൻസും കാര്യങ്ങളും ഉണ്ട്. ബട്ട് മറ്റേത് പുറത്ത് എല്ലാ ജനറൽ ഓഡിയൻസിന് സെയിലുള്ള മാഗസിൻസും ഉണ്ട്. അതിലാണ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് മാഗസിൻസ് ഒക്കെ വരും. ഇനി ഓക്കെ, സോ ജനറൽ ഇൻട്രസ്റ്റ്, സ്പെഷ്യൽ ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ B2B നമുക്ക് മെറ്റീരിയൽ പഠിക്കാനില്ല. നമ്മൾ മെയിൻ ആയിട്ട് ജനറൽ ഇൻട്രസ്റ്റ് മാഗസിനും സ്പെഷ്യൽ ഇൻട്രസ്റ്റ് മാഗസിനും നോക്കിയാൽ മതി. മറ്റൊരു ഫോമാണ് റേഡിയോ. റേഡിയോനെ കുറിച്ചും ഇനി ടിവിനെ കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ ഇത്തരം ഫോംസ് ഞാൻ പറഞ്ഞു പണ്ട് തൊട്ടേ പവർ ഹൈറാർക്കി അല്ലെങ്കിൽ ഡോമിനന്റ് ഫോഴ്സ് അവരുടെ ആശയങ്ങള് ബാക്കി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മീഡിയമായിരുന്നു ഇത്തരം അന്നത്തെ മീഡിയം. കാരണം അത് വളരെ പവർഫുൾ ആയിരുന്നു, ഒരുപാട് ഓഡിയൻസിനെ സ്വാധീനിക്കാൻ അന്നത്തെ മീഡിയം ഇപ്പൊ റേഡിയോ, പ്രിന്റ് പോലുള്ള TV പോലുള്ള മാധ്യമങ്ങൾക്ക് സാധിച്ചിരുന്നു.
സോ ഫസ്റ്റ് നമ്മുടെ ഇൻവെന്റർ ഓഫ് റേഡിയോ എന്ന് പറയുന്നത് ഇറ്റാലിയൻ ഇൻവെന്റർ ആണ്, നമ്മുടെ ഗുഗ്ലിമോ മാർക്കോണിയാണ് റേഡിയോ ഇൻവെന്റ് ചെയ്തത്. അത് 1890s ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറെ ഫാക്ട്സ് ആണ്, അതൊക്കെ ജസ്റ്റ് നോക്കി പോവാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോവാ. പിന്നെ അദ്ദേഹത്തിനാണ് ഫാദർ ഓഫ് റേഡിയോ എന്ന് പറയുന്നത്. അതിനു മുമ്പേ ഇറ്റാലിയൻ ഇൻവെന്റർ ആയ മാർക്കോണിക്ക് മുമ്പേ വേവ്സിലൂടെ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിച്ച ആള് നമ്മുടെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു. സോ ബട്ട് എന്താണെന്ന് വെച്ചാൽ പേറ്റന്റ് നേടിയത് മാർക്കോണി ആയിരുന്നു ഫസ്റ്റ്. സോ ഇനി പിന്നീട് അതിനു മുമ്പ് നമുക്കറിയാം ടെലിഫോൺസ് ഒക്കെ, അലക്സാണ്ടർ ഗ്രഹാമിലെ ടെലിഫോൺസും ഇത്തരം സിഗ്നൽസിലൂടെ തന്നെയായിരുന്നു പാസ് ചെയ്തത്. അതായത് ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ഒരു സിഗ്നൽസിന്റെ ഫോമിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ള ആ ഒരു ഐഡിയയിൽ തന്നെയാണ് ടെലിഫോണും ഇൻവെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് റേഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്ത്യയിൽ ട്രാൻസ്മിഷൻ ഉള്ള ഒരു ഫസ്റ്റ് ലൈസൻസ് കിട്ടുന്നത് ഫെബ്രുവരി 1922 പിന്നീട് എയർ ഫോം ആകുന്നത്, അതായത് ഓൾ ഇന്ത്യ റേഡിയോ ഫോം ആകുന്നത് ജൂൺ 1936 ഓൾ ഇന്ത്യ റേഡിയോ നിങ്ങൾ തീർച്ചയായും നോട്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഏർലി ടൈംസ് തൊട്ടേ ആളുകൾ അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജി മറ്റുള്ള ഓഡിയൻസിന്, ജനറൽ ഓഡിയൻസിൽ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നായിരുന്നു റേഡിയോ ഒക്കെ. അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ. സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിൽ ജർമ്മനിയിലെ നാസിസ് പ്രോപ്പഗണ്ട അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ, ഇപ്പം ജർമ്മൻ മ്യൂസിക് അവർ എവിടെയൊക്കെ റേഡിയോയിലൂടെ പ്ലേ ചെയ്തോ അതൊക്കെ അവരുടെ അധീനതയിൽ അല്ലെങ്കിൽ അവരുടെ കീഴിലുണ്ടായിരുന്ന രാജ്യമായിരുന്നു എന്ന് അല്ലെങ്കിൽ സ്ഥലങ്ങളായിരുന്നു എന്ന് ആളുകളെ വിശ്വസിപ്പിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അതൊക്കെ ഈ റേഡിയോ അല്ലെങ്കിൽ അന്ന് ഇത്തരം റേഡിയോ പോലുള്ള മീഡിയങ്ങൾ അത്രയും പവർഫുൾ ആയിരുന്നു. ഓക്കെ, അത്ര ഒരു ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓഡിയൻസ് അത്രയും പാസീവ് ആയതുകൊണ്ട് തന്നെ ഓഡിയൻസിന് അത്രമേലൊരു ഇൻഫ്ലുവൻസ് ഇത്തരം മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നീടുള്ള സ്റ്റഡീസ് മനസ്സിലാക്കിയിരുന്നു നമ്മുടെ ഓഡിയൻസ് ആക്റ്റീവ് ആണ്, അവര് ഓരോ മീഡിയത്തിന് അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ചാണ് റിസീവ് ചെയ്യുന്നത്. ബട്ട് ഏർലി കമ്മ്യൂണിറ്റീസ് കൂടുതലും പാസീവ് ആയിരുന്നു എന്നാണ് കണക്കാക്കിയിരുന്നത്. കാരണം അവർക്ക് എന്ത് കിട്ടുന്നു അത് അവർ മനസ്സിലാക്കി അതിനനുസരിച്ച് പോകും, ആ ഒരു ആശയങ്ങളും കാര്യങ്ങളും വിശ്വസിച്ച് പോന്നിരുന്നു. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ കുറച്ച് ഡേറ്റും കാര്യങ്ങളും ക്രോണോളജി കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് സിലബസിലുള്ള മെറ്റീരിയൽ ഉള്ള കാര്യമല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഏർലി 1923 റേഡിയോ ക്ലബ് ഓഫ് ബോംബെ ആയിരുന്നു ഫസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനിയും കാര്യങ്ങളിലൂടെ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി രൂപീകരിക്കുകയും അത് പിന്നീട് ലിക്വിഡേഷൻ ഫേസ് ചെയ്തപ്പം അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച ഫേസ് ചെയ്തപ്പം ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ആയിട്ട് മാറുകയും അതാണ് ലേറ്റർ നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോ ആയിട്ട് മാറുകയും ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഓൾ ഇന്ത്യ റേഡിയോ വരുന്നതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു എന്നുള്ളവർ അറിയാനായിട്ടാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് 1937 സെൻട്രൽ ന്യൂസ് ഓർഗനൈസേഷൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി 1941 ഓൾ ഇന്ത്യ റേഡിയോ കെയിം അണ്ടർ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിൽ ഓൾ ഇന്ത്യ റേഡിയോ വരുന്നത് 1941 പിന്നെ അതേപോലെ തന്നെ 47 ആയപ്പോഴേക്കും ഇൻഡിപെൻഡൻസിന്റെ ആ ഒരു ടൈമിലൊക്കെ നമുക്കൊരു 6 റേഡിയോ സ്റ്റേഷൻസ് അവൈലബിൾ ഉണ്ടായിരുന്നു. ഡൽഹി, ബോംബെ, കൽക്കട്ട, മദ്രാസ്, തിരുച്ചിറപ്പള്ളി ആൻഡ് ലക്നോയിൽ അങ്ങനെ 6 റേഡിയോ സ്റ്റേഷൻസ് അവൈലബിൾ ഉണ്ടായിരുന്നു. പിന്നെ 77 FM ബ്രോഡ്കാസ്റ്റിംഗ്സ് ബിഗിൻ ചെയ്ത്, അതും മദ്രാസിൽ. പിന്നെ 90s വന്നപ്പോൾ FM വളരെ പോപ്പുലർ ആയി. പിന്നെ ആദ്യത്തെ FM ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെന്നൈയില്, പിന്നെ അതേപോലെ തന്നെ ജലന്ധർ പഞ്ചാബിലൊക്കെ ആയിരുന്നു. ആ ഒരു ഇയർ നോട്ട് ചെയ്യുക, 1977 അതേപോലെ 1992. ഫർദർ പ്രൈവറ്റ് പ്ലേയേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞു 1993 കൂടുതൽ സ്ലോട്ടും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആക്കി പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളും ഇത്തരം റേഡിയോസിനെ ഉപയോഗിച്ചിരുന്നു. പിന്നെ നമുക്കറിയാം ഇപ്പൊ ഇതിനൊക്കെ അപ്പുറം ഒരു കമ്മ്യൂണിറ്റി റേഡിയോന്റെ ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ ഫിഷർ ഫോക്സിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ റേഡിയോ മാറ്റുലി വയനാട് അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി റേഡിയോസ് അവൈലബിൾ ആണ്. ഇത്തരം കമ്മ്യൂണിറ്റി റേഡിയോസും കൂടെ ആളുകളെ, ഇപ്പൊ നമുക്ക് വിദ്യാഭ്യാസം ഒന്നും ഇല്ല അല്ലെങ്കിൽ നമുക്ക് വായിക്കാനും എഴുതാനും ഒന്നും അറിയത്തില്ലെങ്കിൽ കൂടി കുറച്ചധികം റേഡിയോ എന്ന് പറയുന്നത് കേൾക്കുന്നതിലൂടെയാണ്. സോ കുറച്ച് അധികം ആളുകളെ, ഇപ്പം വിദ്യാഭ്യാസം ഇല്ലാതെ അല്ലെങ്കിൽ ആ ഒരു ലിറ്ററസി ഇല്ലാത്ത ടൈമിൽ പോലും നമുക്ക് ആളുകളെ കണക്ട് ചെയ്യാനും ഫർദർ കോമൺ ആളുകൾക്കും അല്ലെങ്കിൽ കോമൺ സിറ്റിസൺസിന് പോലും ഇത്തരം പ്രോഗ്രാംസ് റേഡിയോയിൽ ചെയ്യാനും കമ്മ്യൂണിറ്റി റേഡിയോസ് അവസരം നൽകിയിരുന്നു. അങ്ങനെ കമ്മ്യൂണിറ്റി റേഡിയോസ് ആളുകളുടെ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ട്, ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ആളുകളുടെ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മീഡിയം ആയിരുന്നു. ഇനി ടെലിവിഷന്റെ കാര്യം പറയുമ്പോൾ അത് ഡെവലപ്പ് ചെയ്തത് 1920s അല്ലെങ്കിൽ 30s ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. പ്രിന്റിംഗ് പ്രസിന് ശേഷം വന്നിട്ടുള്ള ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻവെൻഷൻ ആയിരുന്നു അത്. പിന്നെ ബൈ ലേറ്റ് 1940s ആൻഡ് ഏർലി 1950s ഇറ്റ് ബിക്കേം പാർട്ട് ഓഫ് ഡെവലപ്ഡ് കൺട്രീസ്. അതായത് ഡെവലപ്ഡ് കൺട്രീസിലായിരുന്നു ഇനീഷ്യൽ ടൈമിൽ വളരെ പെട്ടെന്ന് തന്നെ ടെലിവിഷൻ ഒരു കോമൺ മീഡിയം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ അത് 1959 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി 1917 വന്നപ്പം ടിവിയിൽ ന്യൂസ്, ഇൻഫർമേഷൻ, എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ഒക്കെ വന്നു. ഏർലിയർ അങ്ങനെ ഒരു സംഭവമാണ് കൃഷി ദർശൻ എന്ന് പറഞ്ഞിട്ട്. അത് മെയിൻ ആയിട്ട് ഒരു 80 വില്ലേജിലെ ഫാമേഴ്സിനെ ടാർഗറ്റ് ചെയ്തു. അതായത് പണ്ട് തൊട്ട് ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ പോലുള്ള രാജ്യങ്ങളിൽ പല റൂറൽ ഏരിയയിലും
ആളുകളുടെ ഇടയിൽ വിദ്യാഭ്യാസം നൽകാനായിട്ടും അവരെ ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യാനായിട്ടും സൈറ്റ് അതേപോലെ തന്നെ യുനെസ്കോന്റെ ഇനീഷ്യേറ്റീവിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ടിവിയും റേഡിയോ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സാധാരണ കർഷകരുടെ ഇടയിലും പിന്നെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ അറിവ് നൽകാൻ, ഇപ്പൊ ഇൻഫർമേഷൻ പാസ് ചെയ്യുക, എഡ്യൂക്കേഷൻ കൊടുക്കുക, ഹെൽത്തിനെ കുറിച്ചൊക്കെ അത്തരം സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ അവരെ അവെയർ ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ടി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. ഓക്കെ, അങ്ങനെ ഏർലി ടൈംസിൽ നമ്മുടെ ഇവിടെ സൈറ്റ് അല്ലെങ്കിൽ യുനെസ്കോന്റെ ഇനീഷ്യേറ്റീവ് ആയിട്ടാണ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കൊമേഴ്ഷ്യൽസ് ഒക്കെ വന്നിട്ടുള്ളത് അതിനുശേഷം 1976 ആ ഒരു ടൈമിലായിരുന്നു. പിന്നെ നമുക്കറിയാം 24 hour ന്യൂസ് ചാനൽസ് ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടെലിവിഷൻ ക്രിയേറ്റ്സ് എ റിയാലിറ്റി ദാറ്റ് മേ സംടൈംസ് വിച്ച് മേ നോട്ട് ബി റിയൽ. അതായത് ടെലിവിഷൻ ആയിരുന്നു പണ്ട് നമ്മുടെ ആ ഒരു ലോകത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. സോ ടെലിവിഷനിലൂടെ നമ്മൾ എന്ത് കാണുന്നു അതാണ് റിയാലിറ്റി എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. അതായത് പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ റിയൽ വേൾഡ് അല്ലെങ്കിൽ അമേരിക്ക ഇങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റൊരു രാജ്യം ഇങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ടിവിയിലൂടെ എന്ത് കാണുന്നു അതാണ് സത്യം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിയാലിറ്റി എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന് വിശ്വസിപ്പിക്കാൻ ടി പോലുള്ള മാധ്യമങ്ങൾക്ക് സാധിച്ചിരുന്നു. ഇനി അതിനുശേഷം വന്ന ഒരു അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു കൺവെൻഷൻ മീഡിയ ആണ് സിനിമ. സിനിമ എന്ന് പറയുമ്പോൾ വളരെ പവർഫുൾ ആയിരുന്നു. കമ്മ്യൂണിറ്റിയിലേക്ക് കുറച്ചുകൂടെ, അല്ലെങ്കിൽ നമുക്കറിയാം ഡ്രാമ, തിയേറ്റർ പോലുള്ള കാര്യങ്ങളോട് പണ്ട് തൊട്ടേ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു. സോ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയില് ലൂമിയ ബ്രദേഴ്സിന്റെ ഫസ്റ്റ് ഫിലിം സ്ക്രീനിങ് ഒക്കെ നടന്നത് ബോംബെയിലായിരുന്നു. അതിനുശേഷം സിനിമയോടും കൂടെ കുറച്ച് ഇഷ്ടം കൂടുകയും ഏറെ നമുക്കറിയാം സൈലന്റ് ഫിലിംസ് ഒക്കെ വളർന്നു വരിക. അങ്ങനെ ഫസ്റ്റ് സൈലന്റ് ഫിലിം നമ്മുടെ ഇന്ത്യയിൽ 1930 ഫസ്റ്റ് ഫീച്ചർ ഫിലിം ആയിരുന്നു രാജാ ഹരിശ്ചന്ദ്ര. അതും ദാദാസാഹിബ് ഫാൽക്കെ പോലുള്ള ഒരു പയോണിയർ ആയിരുന്നു അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം അതില് ഫർദർ ഡയറക്ടറായിട്ടും ആർട്ട് വർക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വരുന്ന സൈലന്റ് ഫിലിംസിന് ശേഷം വന്നിട്ടുള്ള സൗണ്ട് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം വന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫിലിം ആയിരുന്നു അലമറ. അത് 1931 അതിനു മുമ്പത്തേത് 1913 രാജാ ഹരിശ്ചന്ദ്ര. ഇതിനിടയ്ക്ക് ഒരുപാട് സിനിമകളൊക്കെ ഉണ്ട്. സോ ഫസ്റ്റ് ടോക്കി സിനിമ അലമറ. പിന്നെ റീജിയൽ സിനിമ ഫ്ലറിഷായി. അങ്ങനെ കോമൺ മാനിന്റെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ആളുകളുടെ ഒക്കെ ആശയങ്ങൾ അല്ലെങ്കിൽ ജീവിത രീതികൾ സിനിമയിൽ പോർട്രേ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് സിനിമ റിലേറ്റ് ആവുകയും ഫർദർ എപ്പോഴും സിനിമയ്ക്ക് ആളുകളിലെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക അവരിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ ഇത്തരം സിനിമയ്ക്ക് സാധിക്കുകയും ചെയ്തിരുന്നു. അതായത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഇപ്പോഴും നമ്മൾ ഡിസ്കഷൻസ് ഉള്ള പോലെ സിനിമ നമ്മളെ ബാധിക്കുന്നുണ്ട്. അതായത് അങ്ങനെ ഓഡിയൻസിന്റെ ഒരു സൈക്കോളജിനെ അല്ലെങ്കിൽ ഓഡിയൻസിനെ തന്നെ പിടിച്ചിരുത്താനുള്ള കഴിവ് സിനിമയ്ക്കുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഓഡിയൻസിനെ പിടിച്ചിരുത്തുകയും ഫർദർ ഓഡിയൻസിലേക്ക് ഇത്തരം കൂടുതൽ എന്താ പറയുക ഇറങ്ങി ചെല്ലുകയും ചെയ്യുന്ന ഒരു മീഡിയം ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ വന്നു. അത് ഫിലിംസിനെ സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഫർദർ ഒരു ഗൈഡ് ലൈൻ സെറ്റ് ചെയ്യാനും കൂടിയായിരുന്നു. അതായത് മേജർ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിനെ, ഒരു മൈനോറിറ്റി പീപ്പിളിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹേറ്റഡ്, കമ്മ്യൂണിറ്റിയിൽ ഹേറ്റഡ് പ്രചരിപ്പിക്കുന്ന ഒരു ആശയങ്ങളും പ്രചരിപ്പിക്കാതിരിക്കാനും കൂടി അത് ഉറപ്പുവരുത്താനും കൂടിയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല നമുക്കറിയാം കുറച്ചധികം ക്ലാസിഫിക്കേഷൻസ് ഉണ്ടല്ലേ. അഡൽട്സിന് കാണാൻ പറ്റുന്ന സിനിമാസ്, കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന സിനിമ, അങ്ങനെ ഓരോ തരത്തിൽ സിനിമനെ ക്ലാസിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം വയലൻസ് അല്ലെങ്കിൽ റിയൽ ആയിട്ട് എന്തൊക്കെ പോർട്രേ ചെയ്യുന്നു അപ്പം വയലൻസും കാര്യങ്ങളും സിനിമേന്റെ ഭാഗമായിരിക്കും. അങ്ങനെ വയലൻസ് പോർട്രേ ചെയ്യുന്ന സിനിമാസ് ഉണ്ട്, അല്ലാത്ത സിനിമാസ് ഉണ്ട്. കാരണം റിയൽ ലൈഫ് ആസച്ച് എപ്പോഴും സിനിമ പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ വന്നപ്പം ഓരോ കാറ്റഗറി അല്ലെങ്കിൽ ഓരോ ക്ലാസിഫിക്കേഷൻ കൊടുത്തിരുന്നു. ഇപ്പൊ അതേപോലെ തന്നെ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ, അതേപോലെ അഡൽട്ട് ഓഡിയൻസിനെ ഫീച്ചർ ചെയ്ത് അല്ലെങ്കിൽ അഡൽട്ട് ഓഡിയൻസിനെ ഫോക്കസ് ചെയ്ത്, അതേപോലെ എസ് കാറ്റഗറി സ്പെഷ്യലൈസ്ഡ് ഓഡിയൻസിന് വേണ്ടി ഡോക്ടേഴ്സ് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സ്ക്രീനിങ്ങിന് എസ് കാറ്റഗറി അങ്ങനെയുള്ള രീതിയിൽ സ്ക്രീനിങ്ങും അവൈലബിൾ ആയിരുന്നു. സോ അടുത്തൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയുന്നത് ഫോക്ക് മീഡിയ ആണ്. സോ ഫോക്ക് മീഡിയനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഏർലി കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഏർലി ആളുകൾ ജീവിച്ചിരുന്ന ആ ടൈമിൽ തന്നെ അവർ നാടൻ പാട്ടുകളും നാടൻ കലാരൂപങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റിനെ അഡ്രസ് ചെയ്യുമ്പോൾ വളരെ പവർഫുൾ മീഡിയമാണ് ഇത്തരം ഫോക്ക് മീഡിയാസ്. സോ അവരുടെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അതിപ്പോ റൂറൽ കമ്മ്യൂണിറ്റി ഏത് കമ്മ്യൂണിറ്റി ആയാലും അവരുടെ ഇടയ്ക്ക് ഇപ്പൊ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് അവയർനെസ് കൊടുക്കുക അല്ലെങ്കിൽ മറ്റ് ഇൻഫർമേഷൻ എഡ്യൂക്കേഷണൽ കാര്യങ്ങളൊക്കെ പാസ് ചെയ്യണമെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മീഡിയം ഇത്തരം ഫോക്ക് മീഡിയാസ് അല്ലെങ്കിൽ നാടൻ കലാരൂപങ്ങളും നാടൻ പാട്ടും ഒക്കെ ആയിരുന്നു. കാരണം അന്ന് കമ്മ്യൂണിറ്റിയിൽ അവർ കൂടുതലും അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും വളരെ സറ്റാരിക്കൽ ആയിട്ട് പ്രചരിപ്പിച്ചിരുന്ന ഒരു മാധ്യമമായിരുന്നു നാടൻ പാട്ടും അതേപോലെ തന്നെ അത്തരം നാടൻ കലാരൂപങ്ങളും. സോ അതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്ന ഒരു മീഡിയം ആയതുകൊണ്ട് തന്നെ ഈവൻ NGOs അല്ലെങ്കിൽ ഗവൺമെന്റ് പോലുള്ള സ്ഥാപനങ്ങൾ പോലും ആളുകളിലേക്ക് ഇപ്പം ഹെൽത്ത് സംബന്ധമായിട്ടുള്ള മറ്റ് കൃഷി കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഇൻഫർമേഷൻ ഒക്കെ പാസ് ചെയ്യാനായിട്ട് ഇത്തരം ഫോക്ക് മീഡിയാസും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും തന്നെ പവർഫുൾ ആയിരുന്നു അന്നുണ്ടായിരുന്ന ഇത്തരം മീഡിയങ്ങൾ. ഇനി ഓരോ
നമുക്കറിയാം ഓരോ ദേശത്തിന് അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലും അവർക്ക് അവരുടേതായ കലാരൂപങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം യക്ഷഗാന കർണാടകനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ ജത്ര ഇൻ ബംഗാൾ, പിന്നെ ഭവായ് ഇൻ ഗുജറാത്ത് ആൻഡ് നൊട്ടങ്കി റംലീല റസ്ലീല ഇൻ നോർത്തേൺ സ്റ്റേറ്റ്സ്, ബാക്കിയുള്ള നോർത്തേൺ സ്റ്റേറ്റ്സിൽ. ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം കഥകളിയുണ്ട്, മോഹിനിയാട്ടമുണ്ട്, അങ്ങനെ ഒരുപാട് കലകളുണ്ട്. അതേപോലെ ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ ദേശങ്ങൾക്കും അവരുടേതായ കലാരൂപങ്ങളും നാടൻ പാട്ടുകളും അല്ലെങ്കിൽ ഫോക്ക് സോങ്സും പോലും ഉണ്ട്. ഇനി നമ്മൾ ഇന്നത്തെ കാലത്തിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ഇത് ഇത്ര നേരം പറഞ്ഞ കൺവെൻഷണൽ ഫോംസ് ഓഫ് മീഡിയ. ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രസന്റ് മീഡിയ, ഇപ്പോഴത്തെ ഒരു ന്യൂ മീഡിയ ആണ് ഇന്റർനെറ്റ്. ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ വരിക, അതിന്റെ വളർച്ചയോടുകൂടി ഇന്റർനെറ്റിന്റെ സാധ്യതയോടുകൂടി എല്ലാ മേഖലകളിലും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാവട്ടെ, ഹെൽത്തിലാവട്ടെ, മറ്റെല്ലാ സ്ഥലത്തും ഇന്റർനെറ്റിന്റെ യൂസിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഓരോ ഇൻഫർമേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ലഭിക്കാനുള്ള ഒരു അവസരം ഇന്റർനെറ്റിന്റെ വരവോടുകൂടി നമുക്ക് പോസിബിൾ ആയിട്ടുണ്ട്. അതിന്റെ വരവോടുകൂടി തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പം ഫേക്ക് ന്യൂസ് ഒരുപാട് പ്രചരിക്കും. ഒരുപാട് ഇൻഫർമേഷൻ അവൈലബിൾ ആകുമ്പോൾ അതിൽ അത്രയും തന്നെ ഫേക്ക് ന്യൂസിന്റെ പ്രശ്നങ്ങളും വരുന്നുണ്ട്. അതേപോലെ തന്നെ സൈബർ ബുള്ളിങ് കാര്യങ്ങളും വരുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ നേരിട്ട് ഒരാളെ ചീത്ത വിളിക്കുന്ന പോലെ അല്ല, ഇപ്പം വെർച്വൽ സ്പേസിൽ സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും ഉണ്ട്. സോ ആരാ വിളിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് അധിക്ഷേപിക്കുന്നത്, നമുക്ക് എന്താ പറയാ, അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൂടി ഇത്തരം ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഇത്തരം മീഡിയക്ക് ഉണ്ട് എന്നും കൂടി മനസ്സിലാക്കുക. കാരണം പോസിറ്റിവിറ്റി ഉള്ളതുപോലെ തന്നെ നെഗറ്റിവിറ്റിയും ഉണ്ട്. ഇനി കുറച്ച് ഏർലി ഇൻഫർമേഷൻ നമ്മുടെ മെറ്റീരിയലും പ്ലസ് കുറച്ച് ആഡ് ഓൺ ചെയ്ത ഇൻഫർമേഷനും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഇയർലി കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഇയർലി കാൽക്കുലേറ്റർ ആയിട്ടൊക്കെ കണ്ടിരുന്ന അബാക്കസ് ആയിരുന്നു. പിന്നീടാണ് നമുക്ക് ചാൾസ് ബാബേജ്, ഒരു ഇംഗ്ലീഷ്മാൻ, ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞപ്പെടുന്ന ചാൾസ് ബാബേജ് കമ്പ്യൂട്ടറിന്റെ ഫസ്റ്റ് ഡിസൈനും കാര്യങ്ങളും, ഒരു അനലിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളും ചാൾസ് ബാബേജ് കൊണ്ടുവരികയും അതിനുശേഷമാണ് ഫെർദർ ഡെവലപ്മെന്റ്സ് ഈ ഒരു ഫീൽഡിൽ വന്ന് നമുക്കറിയാം കമ്പ്യൂട്ടർ വരിക, പിന്നെ ഇന്റർനെറ്റ് വരിക, അങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നത്. സോ ഇന്റർനെറ്റ് വരുന്നത് നമുക്കറിയാം ആർപാനെറ്റ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ആർപാനെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു 1950s ആ ഒരു കാലഘട്ടത്തിൽ. പിന്നീട് 83 ആയപ്പോഴേക്കും TCP/IP പോലുള്ള പ്രോട്ടോകോൾ, അതായത് ഇന്റർനെറ്റിൽ നമ്മൾ പാലിക്കേണ്ട ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് പാക്കറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ പാക്കറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് നമുക്ക് ഓരോരോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു. സോ അതിനുശേഷം നമുക്കറിയാം 90s ആയപ്പോഴേക്കും WWW അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും പിന്നീട് കൊമേഴ്സിനുള്ള ഒരു സാധ്യത ഇന്റർനെറ്റിലൂടെ വരികയും ചെയ്തു. സോ അതിന്റെ ഒരു വളർച്ച ആ ഒരു ചെറിയ രീതിയിൽ പോർട്രേ ചെയ്തിട്ടേ ഉള്ളൂ. സോ ബേസിക് ആയിട്ട് നമ്മൾ മെറ്റീരിയൽ ഫോക്കസ് ചെയ്യുക, പിന്നെ ജസ്റ്റ് അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതും ബാക്കിയുള്ളതും കൂടെ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കുക. ഇനി കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ച് മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ കൺവെൻഷണൽ കമ്മ്യൂണിക്കേഷൻ രീതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ പണ്ടുള്ള ഏർലി തിയറിസ്റ്റും റിസർച്ചേഴ്സും പറഞ്ഞിരുന്നത് ഏർലി മീഡിയാസ് വളരെ പവർഫുൾ ആയിരുന്നു. വളരെ പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഓഡിയൻസ് വളരെ പാസീവ് ആയിരുന്നു. അതായത് ഓഡിയൻസ് മീഡിയ എന്ത് തരുന്നോ ആ ഇൻഫർമേഷൻ ആസ് സച്ച് ബിലീവ് ചെയ്തിരുന്നു. കാരണം അത്തരം കാര്യങ്ങൾ അവർ ബിലീവ് ചെയ്ത് പോരുകയും പ്ലസ് അതായിരുന്നു റിയാലിറ്റി എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കൺവെൻഷണൽ മീഡിയസിന് ഓഡിയൻസിന്റെ മേൽ വളരെ ഒരു ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഇപ്പൊ ഒപ്പീനിയൻ ലീഡേഴ്സ്, അതേപോലെ തന്നെ പബ്ലിക് അറ്റൻഡ് അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യാൻ തന്നെ അന്നത്തെ ആ ഒരു മീഡിയാസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒപ്പീനിയൻ ലീഡേഴ്സിന്റെ ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കും. എന്നാലും കൂടുതൽ മീഡിയ വളരെ പവർഫുൾ ആയിരുന്നു അന്നത്തെ ഒരു കാലഘട്ടത്തിൽ, കൺവെൻഷണൽ മീഡിയ ഉള്ള ടൈമിൽ. പിന്നെ മറ്റൊരു കാര്യം ആട്രിബ്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഗേറ്റ് കീപ്പിംഗ് അല്ലെങ്കിൽ അജണ്ട സെറ്റിംഗ് ഫംഗ്ഷൻസ് ഓഫ് മീഡിയ ആണ്. അതായത് മീഡിയനെ ഗേറ്റ് കീപ്പേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ അജണ്ട സെറ്റ് ചെയ്യുന്ന ആളുകളായിട്ടും കണക്കാക്കിയിരുന്നു. ഗേറ്റ് കീപ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചിന്തിക്കണം അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, അത് ഏത് ന്യൂസ് ആണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നുള്ളത് പോലും നമ്മളെ ഇട്ട് തരുന്ന അത്തരം ന്യൂസ് നമുക്ക് മുൻപിൽ തരുന്നത് മീഡിയ ആയിരുന്നു. സോ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇന്നത്തെ കാലത്ത് തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് ഒരു വാർത്ത തന്നെ പല പത്രങ്ങൾ വായിക്കുമ്പോൾ പല അറിവ് കിട്ടും. പക്ഷെ പണ്ട് അങ്ങനെയല്ല, ഒരു പെർട്ടിക്കുലർ മീഡിയ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ അത് പറയുന്ന ആശയങ്ങൾ മാത്രമേ നമ്മൾ വിശ്വസിക്കുള്ളൂ. അങ്ങനെ ഒരു കാര്യം മീഡിയക്ക്, അങ്ങനെ ഒരു പവർ കൺവെൻഷണൽ മീഡിയക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഗേറ്റ് കീപ്പേഴ്സ് അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് ആയിട്ട് മീഡിയ ആക്ട് ചെയ്തിരുന്നു. നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്, നമ്മളുടെ മുമ്പിൽ എന്ത് ആശയം അല്ലെങ്കിൽ സാധാരണക്കാരൻ എന്ത് ആശയം ചിന്തിക്കണം എന്ന് പോലും മീഡിയ സെറ്റ് ചെയ്ത് പോന്നിരുന്നു. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ കൺവെൻഷണൽ മീഡിയ എക്കണോമിക്സിനെ കുറിച്ചാണ്. കൺവെൻഷണൽ മീഡിയ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ പണ്ടുള്ള സാമ്പത്തിക വളർച്ച, അവരുടെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് ആഡ്സ്, അഡ്വർടൈസ്മെന്റ്, അതേപോലെ തന്നെ ടെലിവിഷനിലേക്ക് വരുമ്പോൾ TRP റേറ്റിംഗും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. സോ അതായിരുന്നു പണ്ടത്തെ എന്താ പറയാ മാധ്യമങ്ങളുടെ മെയിൻ ഒരു ഫിനാൻഷ്യൽ, അല്ലെങ്കിൽ അവർ അത്രയും ബിസിനസ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കണ്ടംപററി ടൈമിലോട്ട് വരുമ്പോൾ, സമകാലിക ഇതിലോട്ട് വരുമ്പം ഇന്നത്തെ എക്കണോമിക്സിൽ നമ്മൾ കൂടുതലും കാര്യങ്ങൾ ഇപ്പം
മീഡിയ തന്നെ ഒരു ബ്രാൻഡായിട്ട് മാറി. ഇതിപ്പോ ഓരോ പത്രസ്ഥാപനങ്ങളും ഇപ്പം 24, റിപ്പോർട്ടർ, മാതൃഭൂമി, മനോരമ അവർ സ്വയം ഒരു ബ്രാൻഡായിട്ട് അവരെ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. പണ്ട് അങ്ങനെ മാർക്കറ്റിംഗ് ഇല്ലായിരുന്നു. പണ്ട് നമുക്കുള്ള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് TRP ഇൻക്രീസ് ആക്കുക, അതിനുള്ള കണ്ടന്റ് ഒരു അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് ഇന്ന് നമ്മൾ മീഡിയ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. മീഡിയ ഫർദർ ബ്രാൻഡായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അതാണ് അന്നത്തെയും ഇന്നത്തെയും ആ ഒരു ഇതിലുള്ള വ്യത്യാസം. അന്നത്തെ മീഡിയ എക്കണോമിക്സും ഇന്നത്തെ മീഡിയ എക്കണോമിക്സും തമ്മിൽ. ഇനി ഫർദർ ഇന്നിലോട്ട് വരുമ്പം മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഓഡിയൻസ് ആക്റ്റീവ് ആണ്. ഓഡിയൻസ് അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചാണ് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഓരോ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിനെ അഡ്രസ് ചെയ്യുന്നത്. അവർക്ക് ഏത് ഇൻഫർമേഷൻ കൂടുതൽ നല്ലതായിട്ട് തോന്നും അതിലൂടെ, ഇപ്പൊ യൂട്യൂബ് ആണ് കൂടുതൽ സൗകര്യമെങ്കിൽ അവർ യൂട്യൂബ് കാണും, അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡ് ചെയ്യും. അതൊക്കെ ഇന്നത്തെ ഓഡിയൻസിന്റെ ഇഷ്ടമാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഒരു പെർട്ടിക്കുലർ ഫോമിലൂടെ അവർക്ക് ലഭിക്കുന്ന ആ ഒരു അറിവ് അല്ലെങ്കിൽ അങ്ങനെ ഓഡിയൻസ് പാസീവ് ആയിരുന്നു. പിന്നെ ഇന്ന് നമുക്കറിയാം കണ്ടന്റ് ജനറേറ്റ് ചെയ്യാനും ഫർദർ നമ്മൾ കണ്ടന്റ് റിസീവ് ചെയ്യുക മാത്രമല്ല, ഫർദർ നമുക്ക് സ്വയം കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അങ്ങനെ നമുക്ക് തന്നെ സിറ്റിസൺ ജേർണലിസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരു സ്മാർട്ട് ഫോണിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം ബ്ലോഗ്സ് റൈറ്റ് ചെയ്യാം, വീഡിയോ ബ്ലോഗ്സ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഡെമോക്രസിന്റെ ഒരു ഫർദർ പാർട്ടായിട്ട് മാറാൻ നമുക്ക് ഒരു കോമൺ മാന് ഇന്നത്തെ ഒരു യുഗത്തിലും ഇന്നത്തെ കാലഘട്ടത്തിലും പറ്റുന്നുണ്ട്. ഇനി അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആളുകളെ പ്രൊസ്യൂമേഴ്സ് എന്ന് വിളിക്കും. അതായത് പീപ്പിൾ വെർ നൗ കോൾഡ് പ്രൊസ്യൂമേഴ്സ് as they were both the producers and consumers at the same time. ഒരേ സമയം പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും ആയിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രൊസ്യൂമേഴ്സ് എന്ന ടേം നമ്മൾ വിളിക്കുന്നുണ്ട്. ആ ഒരു ടേം ഓർത്തിരിക്കുക. ഈ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പാർട്ട് 1ഉം പാർട്ട് 2ലും ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്താണ്, പ്ലസ് അതിന്റെ ബാരിയേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. എന്താണ് കമ്മ്യൂണിക്കേഷൻ, അതിലെ എലമെന്റ്സ് എന്തൊക്കെയാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ തന്നെ അതിന്റെ ബേസിക് ആയിട്ട് ഒരു ആൻസർ സ്ട്രക്ചർ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ വളരെ ബേസിക്കിൽ നിന്ന് തന്നെ തുടങ്ങുക. കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനീഷൻ പ്ലസ് ഫർദർ, അതായത് ആദ്യം കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറയാം, പിന്നെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള എലമെന്റ്സ്, ഇതിലൂടെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. അതിൽ ഒരു എലമെന്റ് ബാധിച്ചാൽ പോലും അതൊരു ബാരിയർ ആണ്, അല്ലെങ്കിൽ അതിലൊരു തടസ്സം വരും, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവില്ല. സോ അങ്ങനെ അതിന്റെ ഫർദർ ബാരിയേഴ്സ് നമ്മളിപ്പോ കണ്ടു. അങ്ങനെ അതൊക്കെ ഒരു എക്സാമ്പിൾ കൂടി ചേർത്ത് പറയുമ്പോൾ വളരെ നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിച്ചു വന്ന എക്സാമിനർക്ക് മനസ്സിലാവും. സോ ഇവിടെ എക്സാമ്പിൾ ചോദിക്കുന്നിടത്ത് മാത്രമല്ല റിലേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ ഒരു എക്സാമ്പിൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് നമ്മുടെ ഫർദർ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഷാൻ ആൻഡ് വീവറിന്റെ മോഡലിനെ കുറിച്ചാണ്. ബട്ട് അത് ഇവിടെ പറയാൻ കാരണം പാർട്ട് 1ൽ നമ്മൾ നോയ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നോയ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മോഡലാണ് ഷാൻ ആൻഡ് വീവർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫർദർ കുറെ മോഡൽസ് നമ്മൾ ഇനി ഫർദർ യൂണിറ്റ്സിൽ പഠിക്കും. അന്നേരം ഇത് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും. ഇനി മീഡിയ കീപ്പിംഗ് ആണ്. ഞാൻ പറഞ്ഞു മീഡിയ ഒരു ഗേറ്റ് കീപ്പർ ആയിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ ഗേറ്റ് കീപ്പർ ആയിട്ട് ആക്ട് ചെയ്യുന്നതിനെ കുറിച്ച്. കാരണം മീഡിയ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് എപ്പോഴും നമ്മളിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു. സോ അങ്ങനെ മീഡിയന്റെ ഗേറ്റ് കീപ്പിംഗ് ഫംഗ്ഷൻ കൂടി അഡ്രസ് ചെയ്യുന്നതാണ്. സോ ഇങ്ങനെ ഓരോ ടേംസ് ഞാൻ പറഞ്ഞു നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് മനസ്സിലാക്കി തന്നെ പോവുക. കാരണം അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഫർദർ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ നമുക്കത് അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇനി ഇതിനെക്കുറിച്ചും ഫർദർ നമ്മൾ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫ്രണ്ട്സ്. ഇനി നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കും.